വിശാഖം, അനിഴം, തൃക്കേട്ട, മകയിരം, തിരുവാതിര, പുണർദം, ചിത്തിര, ചോതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ നക്ഷത്രക്കാരിൽ പല ആളുകൾക്കും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില അവസരങ്ങൾ കൈയെത്തുന്ന ദൂരത്ത് എത്തിയതിനു ശേഷം നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. മാത്രമല്ല, ഇപ്പോഴാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾ നേരിടുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ കൊണ്ട് താങ്ങുവാൻ പോലും കഴിയാത്തവയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 8 നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾ വരും ദിവസങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ നവംബർ 5-ാം തീയതി ബുധനാഴ്ച ഈ നക്ഷത്രക്കാരിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് ബുധകുജ സംയോഗം കൊണ്ടാണ്. ജ്യോതിഷപ്രകാരം ഈ ഒരു സമയം ഈ 8 നക്ഷത്രക്കാർക്കും അത്രയധികം സവിശേഷകരമാണ്. അപ്പോൾ ഇതിൽ ഒന്നാമതായി ബുധകുജ സംയോഗം വളരെയധികം ഭാഗ്യമായി വരുന്നതിനാൽ ഈ നവംബർ 5-ാം തീയതി ബുധനാഴ്ച പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ കാണുവാനും അതുവഴി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മാറ്റം ജീവിതത്തിൽ തിരിച്ചറിയുവാനുമുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചികം രാശിക്കാരുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തെപ്പറ്റി തുടക്കത്തിൽ തന്നെ പറയാതെ പറ്റില്ല. കാരണം പല വ്യക്തികളും ഒരു നൂൽപാലത്തിൽ കൂടി കടന്നു പോകുന്ന തരത്തിലാണ് ഇപ്പോൾ ജീവിതത്തിലെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പല കാര്യങ്ങളിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കടുകിട മാറ്റം വന്നാൽ ജീവിതം തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ് ഇതിൽ പല ആളുകളും അനുഭവിക്കുന്നത്. ഇതിൽ തന്നെ ചില വൃശ്ചികം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നു വരുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ആ പ്രശ്നം വഷളായി ജീവിത പങ്കാളിയെ തന്നെ നഷ്ടമാകുമെന്നുള്ള അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസമാധാനം തകർക്കുകയും നിങ്ങളുടെ ജീവിതത്തോടുള്ള താല്പര്യം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ തന്നെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും കുടുംബ കലഹങ്ങളും ഇപ്പോൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന വൃശ്ചികം രാശിക്കാരിൽ പല വ്യക്തികളും സാമ്പത്തികമായും അനുഭവിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള തകർച്ചകളും തടസ്സങ്ങളുമാണ്. സാമ്പത്തിക തകർച്ച എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്ക് നേരിടുന്നത്. അതായത് നിങ്ങൾ അധ്വാനിക്കാതിരുന്നിട്ടോ പണം സമ്പാദിക്കാതിരുന്നിട്ടോ അല്ല പലർക്കും ഈ അവസ്ഥ നേരിടേണ്ടി വരുന്നത്. അതായത് കഠിനാധ്വാനം ചെയ്യുന്ന പണം പോലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് പല ആളുകളും നേരിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വിധത്തിലും ജീവിതത്തിൽ ഒരു പുരോഗതിയിലേക്ക് എത്തുവാൻ നിങ്ങളാൽ കഴിയുന്നില്ല. എല്ലാ വിധത്തിലും ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രം. ഇപ്പോഴുള്ള അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് കൂടുതലായും അനുഭവത്തിൽ വരുന്നത്. എന്നാൽ ഈ ബുധകുജ സംയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന ഈ ഒരു സമയം വൃശ്ചികം രാശിയിലുള്ള 3 നക്ഷത്രക്കാർക്കും ഒന്നിലധികം ഭാഗ്യങ്ങൾ
ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ഒപ്പം തന്നെ വരുന്ന പല ഗുണകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലം നിലനിൽക്കുന്നവയുമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ നവംബർ 5-ാം തീയതി ബുധനാഴ്ച ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം കൈവരുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ ചില സ്ഥാനക്കയറ്റങ്ങളും ശമ്പള വർധനവും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. അതായത് വൃശ്ചികം രാശിക്കാരിൽ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാതിരുന്ന ഒരു പുരോഗതി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റം ഇപ്പോൾ നിലനിൽക്കുന്ന നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ഉതകുന്ന തരത്തിലുള്ളവയായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി ഇതുവരെ സ്വന്തമാക്കുവാൻ കഴിയാതിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെയോ നിങ്ങളുടെ ബന്ധുക്കളിലൂടെയോ പുതിയ തൊഴിലവസരങ്ങളെപ്പറ്റി ഈ ഒരു സമയത്ത് അറിയുവാൻ കഴിയുകയും അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ സ്വപ്നം കണ്ടതിലും മികച്ച തരത്തിലുള്ള ഒരു ജോലി ബുധകുജ സംയോഗം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതിനാൽ ഈ നവംബർ 5-ാം തീയതി ബുധനാഴ്ച എന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുവാനിരിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഫലം പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന സമയമാണ് ഇത്. അതായത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മനസ്സിൽ ഒരു ഉറപ്പുമില്ലാതിരുന്ന തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുവാൻ സാധ്യത വളരെയേറെയാണ്. ഒപ്പം തന്നെ ഈ നവംബർ 5-ാം തീയതി ബുധനാഴ്ച വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുവാനും പോകുന്ന ദിവസമായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള നെഗറ്റിവിറ്റിയെയും ഇല്ലാതാക്കുകയും പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയുകയും ചെയ്യുന്നതോടെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി രണ്ടാമതായി ഈ ബുധകുജ സംയോഗം വളരെയധികം ഭാഗ്യമായി നിൽക്കുന്നതിനാൽ ഈ നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഇതിൽ തന്നെ പലപ്പോഴായി നിങ്ങൾക്ക് ഒരു മാറ്റം കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്ന ചില കാര്യങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും ഈ ഒരു സമയത്ത് ഭാഗ്യം വളരെയധികമാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചില പ്രതിസന്ധികളും നിങ്ങളെ ഇപ്പോൾ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കഷ്ടതകളുമുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ചില മിഥുനം രാശിക്കാരുടെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില ശത്രുദോഷം, കണ്ണേറ്, ആഭിചാരം എന്നിങ്ങനെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബാധിച്ചതിനാൽ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള പുരോഗതിയും കാണുവാൻ കഴിയാത്ത ചില മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പതനം കാണുവാൻ നിങ്ങൾക്ക് ചുറ്റും നോക്കിയിരിക്കുന്നവർ നിരവധിയാണ്. ഒരു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കരുത് എന്ന് തന്നെയാണ് അത്തരക്കാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ബുധകുജ സംയോഗം
നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ഈ സമയത്ത് ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് മിഥുനം രാശിക്കാരെ ഇത്തരത്തിൽ ബാധിച്ചിരുന്ന പല കാര്യങ്ങളും ഇല്ലാതാവുകയും ഇത്തരത്തിൽ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം കാണുവാൻ കഴിയുകയും ചെയ്യും. അതായത് നിങ്ങളുടെ തലവര തെളിയുന്നതിനാൽ തന്നെ എത്ര വലിയ ദുഷ്ടശക്തികൾ ശ്രമിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഇതിൽ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം തടസ്സം നേരിട്ട് വന്നിരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള ചില മിഥുനം രാശിക്കാർക്ക് നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ചയോടെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിന് അത്രയധികം സന്തോഷം നൽകുന്ന തരത്തിലുള്ള ചില ശുഭവാർത്തകൾ തേടിയെത്തുവാൻ പോവുകയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വയം അതിശയമുളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു വിവാഹ കാര്യം ഒരുങ്ങി വരുമ്പോഴേക്കും ആ വിവാഹം നടക്കാത്ത തരത്തിൽ ചില ശത്രുക്കൾ എന്തൊക്കെയോ തരത്തിലുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നതിനാലും കൂടിയാണ് നിങ്ങൾക്ക് ഇത്രയേറെ തടസ്സം ഇതുവരെ നേരിട്ട് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം തെളിയുന്ന ഈ സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന ആ വിവാഹ കാര്യങ്ങൾക്ക് തടയിടുവാൻ ഒരു വ്യക്തിയാലും കഴിയുകയില്ല. ഇനി ഈ നവംബർ 5-ാം തീയതി ബുധനാഴ്ച മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചില സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുവാനും ഒപ്പം തന്നെ ഓഹരി വിപണി പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടേതായ കയ്യൊപ്പ് പതിപ്പിക്കുവാനും കഴിയുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത്. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള നേട്ടങ്ങളും ഉന്നമനങ്ങളും തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കടബാധ്യതകൾ കൊണ്ടൊക്കെ ജീവിതത്തിൽ ഒരു വിധത്തിലും ഒരു മുന്നേറ്റം കാണുവാൻ കഴിയാതിരുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധകുജ സംയോഗത്തിലൂടെ ചില അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ കൈപ്പറ്റുവാനും ഒപ്പം തന്നെ ആ നേട്ടങ്ങളിലൂടെ നിങ്ങളുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിച്ചെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. ഇനി ഇതിൽ ഏതൊക്കെയോ മിഥുനം രാശിക്കാർ കുറച്ച് നാളുകളായി എന്തൊക്കെയോ നിയമക്കുരുക്കുകളിൽപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് കേസും കോടതിയുമായി നിങ്ങൾ കുറച്ച് നാളുകളായി കയറിയിറങ്ങുകയും ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വളരെയധികം പണം ചെലവഴിക്കേണ്ടതായും വരുന്നുണ്ട്. ധനനഷ്ടം ഉണ്ടാകുന്നു എന്നതിലുപരിയായി ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം മാനസിക സംഘർഷവും അനുഭവിക്കേണ്ടി വരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും മിഥുനം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നിയമക്കുരുക്കുകളിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ഭാഗ്യമുണ്ടാക്കുവാൻ പോവുകയാണ് എന്നുള്ള സത്യവും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് നിങ്ങളിൽ വളരെയധികം ഈശ്വരാധീനവും ഈ ഗ്രഹസംയോഗം കൊണ്ടുണ്ടാകുന്ന ഭാഗ്യവും സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഇനി ഒരു മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഒപ്പം തന്നെ ഈ ബുധകുജ സംയോഗം കൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ നവംബർ 5-ാം തീയതി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. അതായത് രോഗാവസ്ഥകൾ പല വിധത്തിലും നേരിടുകയും എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയും ചെയ്തിരുന്ന മിഥുനം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിലനിന്നിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് ഒരു ശമനം കാണുവാൻ കഴിയും. അപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് എല്ലാ വിധത്തിലും ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ കഴിയുകയും നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഇനി മൂന്നാമതായി ഈ ബുധകുജ സംയോഗം വളരെ പോസിറ്റീവായ ഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കാണുന്ന തുലാം രാശിക്കാരിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും എന്തുകൊണ്ടാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ നിരന്തരം നടക്കുന്നത് എന്ന് സ്വയം ചോദിച്ചിട്ടുള്ളവരാണ്. കാരണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ
അത്തരത്തിലുള്ളവയാണ്. അതായത് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു മുന്നേറ്റം കാണുവാൻ നിങ്ങൾ ശ്രമിക്കും തോറും ഒന്നിനൊന്ന് ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യം. അത് ജീവിത പുരോഗതിയുടെയും സാമ്പത്തികമായ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെയാണ്. എന്നാൽ മനസ്സ് തകർന്ന് ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കൊണ്ടുപോകും എന്ന ചോദ്യത്തിന് തന്നെ ഉത്തരമില്ലാത്ത രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തുലാം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മധൈര്യത്തെ കൈവിടാതെ നിങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ഈ ബുധകുജ സംയോഗത്താൽ വന്നു ചേരുന്നത് എന്നതാണ് ഫലപ്രകാരം വ്യക്തമാവുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ചില സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാനായി കാലങ്ങളായി പരിശ്രമിച്ചിട്ട് പോലും ആ ഒരു കാര്യത്തിൽ ഒരു വിധത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങളും കാണുവാൻ കഴിയാതിരുന്ന ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ബുധകുജ സംയോഗം ഭാഗ്യമായി നിൽക്കുന്ന ഈ സമയത്ത് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കുവാൻ കഴിയും. അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് ഇതുവരെ കാണുവാൻ കഴിയാതിരുന്ന ചില നേട്ടങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. അതും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല, മറ്റുള്ള ഏത് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്ന് ചില അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ശമ്പള വർധനവും ചില ധനനേട്ടങ്ങളും കൈപ്പറ്റുവാനും ഈ സമയത്ത് ഭാഗ്യമുണ്ടാകും. എല്ലാവിധത്തിലും ധനപരമായ കാര്യങ്ങളിൽ തുലാം രാശിക്കാർക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് ഇത്. ഒപ്പം തന്നെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ടും എന്തൊക്കെയോ തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങൾ തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെയോ നിയമ തടസ്സങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് വരാതിരുന്ന ചില തുകകൾ ഈ ഒരു സമയത്ത് തടസ്സങ്ങൾ നീങ്ങി വന്നു ചേരുകയും ആ തുകകൾ ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം ആശ്വാസമാവുകയും ചെയ്യും. അതുകൂടാതെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എന്തൊക്കെയോ ഭയം കൊണ്ട് തുലാം രാശിക്കാർ മടിച്ചു നിന്നിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭയം മാറ്റിവെച്ച് സാമ്പത്തികമായ ഇടപാടുകൾ ധൈര്യമായി ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയമാണിത്. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധനവരവുകൾ പ്രതീക്ഷിച്ചതിലും അധികമായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നതിലുപരിയായി വളരെയധികം മാനസിക സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ അധികരിക്കുകയും കുടുംബ ബന്ധത്തിലൊക്കെ വളരെയധികം സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ബുധകുജ സംയോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ചില ദൂരയാത്രകൾ നടത്തുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും. അതായത് വളരെ കാലങ്ങൾക്ക് ശേഷം എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം കുറച്ചധികം സമയം ചിലവഴിക്കുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നത്. ഇനി ഇന്നത്തെ അധ്യായം കാണുന്ന ചില തുലാം രാശിക്കാർ എന്തൊക്കെയോ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അതിലൊരു പരാജയമാണ് നിങ്ങൾക്ക് കാണേണ്ടി വന്നത്. അതായത് നിങ്ങൾ തുടങ്ങിവെച്ച ഒരു സംരംഭത്തിൽ നിന്ന് ചില ധനനഷ്ടങ്ങളും ആ ഒരു ബിസിനസ് പച്ചപിടിക്കാത്ത തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖത്തിന് കാരണമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ ഒരു ഭാഗ്യസമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു സംരംഭത്തിന് ഒരു ഉയർച്ച ഉണ്ടാവുകയും നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു ലാഭമുണ്ടാക്കിയെടുക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് കൈവരികയും ചെയ്യും. ഒപ്പം തന്നെ ജീവിതത്തിൽ മറ്റു ചില പുതിയ അവസരങ്ങൾ തുലാം രാശിക്കാരെ തേടിയെത്തുകയും
നിങ്ങളിലേക്ക് വരുന്ന പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള ദുരവസ്ഥയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളവയുമായിരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. ഇനി ഈ നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച ചില തുലാം രാശിക്കാർക്ക് ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും ചില പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. ഇത് നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കും എന്നത് മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ ചെയ്യുവാനുമുള്ള കരുത്ത് നിങ്ങൾക്ക് പകരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം പൂർത്തീകരിച്ചെടുക്കുവാനും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില ജീവിത നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള യോഗമാണ് ഈ ബുധകുജ സംയോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ നാഴികക്കല്ലാവുന്ന തരത്തിലുള്ള ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.